ഇന്ത്യയിൽ നടക്കുന്ന ഏത് വിവാദ വിഷയത്തിലും തലയിടാതെ ഉറക്കം കിട്ടില്ല എന്ന അവസ്ഥയിലാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉള്ളത്. ലക്ഷ്യമൊന്നു മാത്രം, പ്രായപരിധി പാരയാകുന്നതോടെ പ്രധാനമന്ത്രി പദവിയിൽ നിന്നും നരേന്ദ്രമോദി അടുത്ത വട്ടം പടിയിറങ്ങും. ആ ഒഴിവിൽ പ്രധാനമന്ത്രി പദവിയിൽ എത്തണമെങ്കിൽ മോദിയെ പോലെ ഇന്ത്യ അറിയാവുന്ന നേതാവാകണമെന്ന ബോധ്യം യോഗിക്ക് നല്ല പോലെയുണ്ട്. ഒരു ആഗോള നായകനാകുന്നതിനുള്ള ഒരുക്കത്തിലാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിൽക്കുന്നത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുപിയിൽ BJPക്കുണ്ടായ തിരിച്ചടിയിൽ കേന്ദ്ര നേതൃത്വം അസ്വസ്ഥമായിരുന്നു. ഇതിന് പിന്നാലെ യോഗി ആദിത്യനാഥും കേന്ദ്രത്തിലെ തലമുതിർന്ന BJP നേതാക്കളും തമ്മിൽ അസ്വാരസ്യങ്ങളും ഉടലെടുത്തിരുന്നു. പിന്നാലെ 2027 നടക്കുന്ന UP നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി പദവിയിൽ നിന്നും യോഗി പടിയിറങ്ങുമെന്ന കിംവദന്തികളും പടർന്നിരുന്നു. ഈ ചർച്ചകൾക്കിടയിലേക്ക് കോവിഡ് കാലത്ത് ലോകം പുറത്തെറിഞ്ഞ UP മോഡൽ വികസന കഥയും യമുനയിലെ മൃതശരീരങ്ങളും പഴങ്കഥയാക്കാൻ യോഗി ആദിത്യനാഥിന്റെ അനുയായികൾ വികസന പുരുഷനായി യോഗി അവതരിപ്പിക്കാൻ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ രൂപം നൽകിയതും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ്. അതിനുശേഷമാണ് മോദിക്ക് ശേഷം യോഗി എന്ന ക്യാമ്പയിനുമായിട്ട് യോഗിയുടെ അനുയായികൾ തന്നെ രംഗത്തേക്ക് വന്നത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയതിന്റെ അതേ പാറ്റേണിൽ തന്നെ ഉത്തർപ്രദേശിൽ നിന്നും ഒരു PM-PR വർക്ക് നല്ല രീതിയിൽ നടന്നു വരുന്ന കാലത്തായിരുന്നു ഇന്ത്യയിൽ ഏത് സംസ്ഥാനങ്ങളിലെ പ്രശ്നം നടന്നാലും അഭിപ്രായങ്ങൾ പറയാൻ യോഗി രംഗത്ത് വരുന്നത്. ഒടുവിൽ ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് MK സ്റ്റാലിന് മറുപടിയുമായിട്ട് ഉത്തർപ്രദേശ് മന്ത്രി എത്തി കൊമ്പ് ഓർക്കുന്നത്. 8 കൊല്ലമായി UP ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ കൊല്ലം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായി കഴിഞ്ഞു. ഇനി ലക്ഷ്യം രാജ്യം ഭരിക്കലാണെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് യോഗിയുടെ ഇടപെടലുകളെല്ലാം വരുന്നത്. വികസനത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന വികാസ് പുരുഷനാവാനായിട്ട് കുംഭമേള അടക്കം ഉപയോഗിക്കുന്നുണ്ട് തീവ്ര ഹിന്ദുത്വ ശക്തികൾ എന്നും കാണാം. തുടക്കം മുതൽ തന്നെ ആദിത്യനാഥ് സർക്കാർ സംസ്ഥാനത്തുള്ള ചില കുറ്റവാളികളെ കർശനമായിട്ട് നേരിടുന്നതിലൂടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു. ക്രമസമാധാനത്തിന് മുൻഗണന നൽകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്കിടയിൽ വലിയ രോക്ഷമുയർത്തിയ ബലാത്സംഗ കേസുകളിലെ പ്രതികളുടെ അടക്കം വീടുകൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയായിരുന്നു യോഗി ബുൾഡോസർ രാജ് നടപ്പിലാക്കിയത്. അങ്ങനെ ബുൾഡോസർ രാജ് എന്ന വാക്കും ഇന്ത്യ ഒന്നാകെ പ്രചാരണത്തിലായതും യോഗിയിലൂടെ തന്നെയാണ്. പല നടപടികളിലും വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും കുറ്റകൃത്യങ്ങളിൽ പ്രതികളായവരുടെ സ്വത്തുക്കൾക്കെതിരെയുള്ള ബുൾഡോസർ നടപടി കുടുംബാംഗങ്ങളെ പെരുവഴിയിലാക്കുകയും ചെയ്തതോടെ യോഗിക്ക് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഉണ്ടായത്. കുറ്റവാളികളെ ഏറ്റുമുട്ടൽ കൊലയിലൂടെ ഇല്ലാതാക്കുന്നതും വിവിധ കേസുകളിലെ പ്രതികളുടെ പേരുകൾ ഉൾപ്പെടുത്തി പൊതുസ്ഥലങ്ങളിൽ പോസ്റ്ററുകൾ സ്ഥാപിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടപടിക്രമങ്ങൾ ലംഘിച്ചു എന്നാരോപിച്ച് കോടതികളുടെ വിമർശനങ്ങൾക്ക് ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. വികാസ് സങ്കൽപ് യാത്ര പോലെ ഇപ്പോൾ മോദി ലൈനിൽ വികസനവും സാമ്പത്തിക വളർച്ചയും കാണിച്ച് ഇമേജ് ശരിയാക്കാനുള്ള പുറപ്പാടിലാണ് യോഗി നിൽക്കുന്നത്. $1 ട്രില്യൺ ലക്ഷ്യം വെച്ച് നിക്ഷേപ ഉച്ചകോടികൾ നടത്തി രാജ്യത്തെ പിന്നോക്ക സംസ്ഥാനങ്ങളിൽ ഒന്നായ UPയിൽ നിക്ഷേപം ആകർഷിക്കുന്നതിന് വേണ്ടി നിരവധി നയമാറ്റങ്ങൾ വരുത്തുവാനും BJP സർക്കാർ തയ്യാറായിട്ടുണ്ട്. അതിനിടയിലാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ ഹിന്ദി വിഷയവുമായി ബന്ധപ്പെട്ട വികാരം ഉയർത്താൻ തമിഴ്നാടിന്റെ ഇരട്ട ഭാഷാ നയത്തെ എതിർത്തുകൊണ്ട് യോഗി രംഗത്ത് വരുന്നത്. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞ യോഗി സ്റ്റാലിൻ പോര് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഭാഷാ നയത്തിലും ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിലും ന്യായമായ ഇടപെടൽ വേണമെന്ന തമിഴ്നാടിന്റെ ആഹ്വാനം രാജ്യവ്യാപകമായി ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ തമിഴ്നാടിന് പിന്നിൽ അണിചേരുമ്പോൾ BJPയെ ഇത് സ്വാഭാവികമായിട്ടും അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. MK സ്റ്റാലിൻ മണ്ഡല പുനർനിർണയത്തിൽ കടുത്ത പ്രതികരണം നടത്തുമ്പോഴായിരുന്നു BJPയെ പ്രതിരോധിക്കാൻ എന്ന വ്യാജേന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കളത്തിലേക്ക് ഇറങ്ങിയത്. ത്രിഭാഷാ ചർച്ചയെക്കുറിച്ചുള്ള ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അഭിമുഖത്തെക്കുറിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വ്യാഴാഴ്ച പറഞ്ഞത് ഇത് രാഷ്ട്രീയ ബ്ലാക്ക് കോമഡിയാണെന്നാണ്. യോഗി ആദിത്യനാഥ് വെറുപ്പിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി കണക്കിന് തന്നെ സ്റ്റാലിൻ യോഗിയെ വാരുന്നുണ്ട്.